ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുന്നാര കൽബികളെ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത് ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയ ഉടനെ ഒരു ചായ പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് പാൽച്ചട്ടി പൊറോട്ടയാണ്. ഇത് ആദ്യം 2 പ്രാവശ്യം ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പ്രാവശ്യം ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നട്ട്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് സൂപ്പറായിട്ട് വരുന്നേ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ ഇതാക്കിയാലും മടുത്തു പോകുമെന്ന് പറയത്തില്ല, അത് തന്നെയാണ് സംഭവം. ആദ്യം പോയപ്പോൾ ഞങ്ങൾ കഴിച്ച ആ ഒരു ടേസ്റ്റ് ഒരിക്കലും രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയിരുന്നില്ല. അപ്പം ആദ്യം പറഞ്ഞതെല്ലാം സെർവ് ചെയ്ത് കഴിച്ചു. പക്ഷേ മോക്ക് ഇഷ്ടപ്പെട്ടത് ബീഫായിരുന്നു. ബീഫിൻ്റെത് തന്നെയാണ് മോക്ക് ഇഷ്ടപ്പെട്ടത്, ഇക്കാക്കും അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടിയപ്പമായിരുന്നു. ഇടിയപ്പവും ബീഫ് കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് വേറെ എന്തെങ്കിലും വേണമെന്നൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആവശ്യമുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഇരുന്നത്, അതായത് നെയ് റോസ്റ്റ്. എനിക്ക് നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു നെയ് റോസ്റ്റിനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സലാഡൊക്കെ മുമ്പേ തീർന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ തലവേദന കാരണം ആദ്യം വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴിതാ എടുത്ത വീഡിയോയാണ് ഇത്. അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മേലും കീഴൊന്നും നോക്കത്തില്ല, നമുക്ക് ഫുഡ് കഴിക്കുക. കാരണം നല്ല വിശപ്പായിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ കൂടെ തലവേദനയും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ ചായ കുടിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടി. പിന്നെ നേരെ ചൊവ്വയിരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ചു, റാഹത്തായി. ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ഇപ്പം എത്തും. അപ്പം നെയ് റോസ്റ്റ് തന്നെയാണ് എനിക്ക് ഇതിനേക്കാളും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. പക്ഷേ ആദ്യം പോയപ്പോഴത്തേക്കും ഞാൻ കരുതിയത് അവിടെ നെയ് റോസ്റ്റൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പാൽച്ചട്ടി പൊറോട്ടയും ഇടിയപ്പമൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. അപ്പോൾ പൊറോട്ട കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. പൊറോട്ട കഴിക്കാത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പൊറോട്ട വലിയ പാടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല, പുള്ളിക്കാരനും കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് എനിക്കുള്ള സാധനം എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അതാണ് നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് ഇക്കാരുടെ അടുത്തും പാത്തൂൻ്റെ അടുത്തും പറഞ്ഞു ഇച്ചിരി കഴിക്കാൻ. പക്ഷേ അവർ രണ്ടുപേരും കഴിച്ചില്ല കേട്ടോ, കാരണം അവർക്ക് രണ്ടുപേർക്കും വേണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ആദ്യം സെർവ് ചെയ്യാൻ വന്ന ടൈമിനെന്ന് പറഞ്ഞാൽ പാത്തു പറഞ്ഞ് ഇതിലോട്ട് സെർവ് ചെയ്തോളാനായിട്ട് പറഞ്ഞായിരുന്നു, അവളുടെ പ്ലേറ്റിലോട്ടെ. അപ്പോൾ ആ സമയത്ത് 2 പ്രാവശ്യം പാത്തു അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പാത്തുവിന് കഴിക്കാൻ വയ്യാതായപ്പോൾ പാത്തു പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആ അങ്കിളിൻ്റെ കയ്യിൽ ചൂടടിക്കുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാനായിട്ട്, അല്ലാതെ എനിക്ക് വിശപ്പുണ്ടായിട്ടോ എനിക്ക് വേണമെന്നുണ്ടായിട്ടോ ഒന്നും അല്ലാന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് എണീറ്റാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നേ പാത്തുവിന്. അപ്പം ഈ ചട്നിയും കൂട്ടി ഈ നെയ് റോസ്റ്റ് കഴിക്കാൻ സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആദ്യം കൊണ്ടുവച്ച പാൽച്ചട്ടി പൊറോട്ടയെക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു നെയ് റോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.